നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് എയ്ഡ് പോസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, ജെയ്സൺ പാറേക്കാടൻ, അഡ്വക്കേറ്റ് ജിഷ ജോബി, മുനിസിപ്പൽ കൗൺസിലർമാരായ സോണിയ ഗിരി, സിജു യോഹന്നാൻ, പോലീസ് സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ്, നഗരസഭാ സെക്രട്ടറി MH ഷാജിഖ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ, ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആൻഡോ CJ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭയ്ക്ക് വേണ്ടി ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭാസി രാജാണ് എയ്ഡ് പോസ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകിയത്. പോലീസ് എയ്ഡ് പോസ്റ്റ് നമുക്കുണ്ട് എങ്കിലും അത് കാണത്തക്ക രീതിയിലല്ല നിൽക്കുന്നത്. അപ്പോൾ താലൂക്ക് വികസന സമിതിയിൽ പലരും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് അല്പം വൈകി ഇത് എവിടെയാണ് വെക്കേണ്ടത് എന്നതിന് കാണിച്ചു തരാനായിട്ട് ഞാൻ പോലീസുകാരെ കുറ്റം പറയുകയല്ല. അവർക്ക് ഒത്തിരിയേറെ തിരക്കുകളുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർ കാണിച്ചു തന്നത് അത് ഒപ്പം തന്നെ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ സ്ഥലം കണ്ടെത്തുകയും കാണിച്ചു തരികയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇരിങ്ങാലക്കുട നഗരസഭ ഭരണ നേതൃത്വത്തിന്റെ ദുർഭരണത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. വ്യാഴാഴ്ച ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അയ്യങ്കാളി സ്ക്വയറിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ, വൈസ് ക്യാപ്റ്റൻ DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, മാനേജർ ഏരിയ കമ്മിറ്റി അംഗം MB രാജു മാസ്റ്റർ, RL ജീവൻലാൽ, വിഷ്ണു പ്രഭാകരൻ, CC ഷിബിൻ എന്നിവർ പ്രസംഗിച്ചു. ഇടപെടലാണ്. ആ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ പ്രസംഗത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ. പ്രസംഗിക്കും ഇരിഞ്ഞാലക്കുട സാംസ്കാരിക തലസ്ഥാനമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ നടത്താനുള്ള വേദിയായി ഇരിഞ്ഞാലക്കുടയുടെ നഗരസഭയുടെ ഭരണത്തിന് മാറാൻ കഴിഞ്ഞു. റീഡിംഗ് റൂം എന്ന് പറയുന്നത് ഷട്ടർ ഇട്ടുകൊണ്ട് അതിന്റെ വരാന്തയിൽ കുറച്ച് വയസ്സായ അച്ചാച്ചന്മാരോ വില്ലിച്ചന്മാരോ വന്നിരുന്ന് പത്രം പോലും ഉണ്ടാകില്ല. അതാണ് ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ റീഡിംഗ് റൂം എന്ന് പറയുന്നത്. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ലൈബ്രറി എങ്ങനെയെങ്കിലും അവിടെ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് ഇരിഞ്ഞാലക്കുട ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരണാധികാരികൾ. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ജനവിരുദ്ധതയുടെ പര്യായമായ ഇത്തരത്തിലൊരു കാൽനട പ്രചരണജാഥ സംഘടിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് KR വിജയ് ക്യാപ്റ്റനായും RL ശ്രീലാൽ വൈസ് ക്യാപ്റ്റനുടെ നേതൃത്വം വഹിച്ചുവെക്കുന്ന വേണ്ടിയാണ്. സമാപന സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട് ഉദ്ഘാടനം ചെയ്തു. ജയൻ അരിമ്പ്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VA അനീഷ് സ്വാഗതവും MT വർഗീസ് നന്ദിയും പറഞ്ഞു. നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിനൊരു വസ്തുത വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു സമരത്തിന് വേണ്ടി സമരം, ഒരു ആരോപണത്തിന് വേണ്ടി ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ള രീതിയിലല്ല. നിങ്ങൾ നോക്ക്, ഏറ്റവും പഴക്കം ചെന്നൊരു മുനിസിപ്പാലിറ്റിയാണ് ഇരിഞ്ഞാലക്കുടയിലെ മുനിസിപ്പാലിറ്റി. കേരളത്തിൽ തന്നെ ഈ കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ, നമ്മൾ വേറെ ഇങ്ങോട്ട് പോകേണ്ടതില്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള മറ്റ് മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ച് ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ ഇരിഞ്ഞാലക്കുട നിവാസികൾക്ക് മാത്രമല്ല ഈ തൃശ്ശൂർ ജില്ലയിലും മറ്റുള്ളവർക്കും പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് വരുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഇത്രയേറെ വികസന മുരടിപ്പുള്ള ഒരു മുനിസിപ്പാലിറ്റി നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്, ഇവിടെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണമല്ല. ഭരണം എന്നുള്ള ഇതിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിലും വികസന കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വികസനമല്ല പലപ്പോഴും ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് നമ്മൾ കാണാൻ വേണ്ടി കഴിയും.
മെഡിസെപ്പിന്റെ പേരിൽ അധ്യാപകരെയും ജീവനക്കാരെയും വഞ്ചിക്കുകയാണെന്നും ആരോഗ്യ ഇൻഷുറൻസ് കാര്യത്തിൽ ജീവനക്കാർക്ക് ഓപ്ഷൻ സൗകര്യം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു M. ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം ആൻഡോ P. തട്ടിൽ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഷിജി ശങ്കർ, ട്രഷറർ നിധിൻ ടോണി, MJ ഷാജി, മുഹമ്മദ് റാഫി, CJ ദാമു, സുരേഷ് കുമാർ B, ബിജു N, P. രജനി, M. സീന, KM റാഫി, KE അജി, മെൽവിൻ ഡേവിസ്, ജോസ് പോൾ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട മണ്ണാത്തിക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് AC സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. രക്ഷാധികാരികളായ V. ശിവശങ്കര മേനോൻ, M. രവീന്ദ്രനാഥ്, സുനിത പരമേശ്വരൻ, വിജി വിജേഷ് എന്നിവർ പ്രസംഗിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. AC സുരേഷ് പ്രസിഡന്റ്, ദുർഗ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ്, നന്ദൻ അമ്പാടി സെക്രട്ടറി, മിജി വിജേഷ് ജോയിന്റ് സെക്രട്ടറി, സുനിത പരമേശ്വരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ സെന്റ് ജോസഫ് കോളേജിന് തിളക്കം. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ടീമിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഏക താരമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് 1ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി അമൃത P. സുനി ഇടം നേടി. കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ യൂത്ത് ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമൃത വെങ്കല മെഡൽ നേടിയിരുന്നു. ഈ മത്സരത്തിൽ കേരളത്തിൽ നിന്നും അന്തർദേശീയ തലത്തിൽ മെഡൽ നേട്ടം കൈവരിച്ച ഏക വനിതാ താരമാണ് അമൃത. ഇതിനോടൊപ്പമാണ് 6 ദേശീയ മത്സരങ്ങളിൽ സ്വർണം നേടിയാണ് അമൃത കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.